കണ്ടനം കിട്ടുന്നില്ലേ? നാണം കെട്ടവനെ, നാണമില്ലാത്ത നാണം, വെറും നാണം കെട്ട നാർത്തരം മാത്രം പറയുന്ന നിനക്ക് നാണമില്ലേടാ. ഹേ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ മേ ബി ഇത്രയും കാലം എടുത്തതിൽ വെച്ചുള്ള ഒരു ഷോർട്ടസ്റ്റ് വീഡിയോ ആയിരിക്കും. കാരണം വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും നല്ല എനർജിയിൽ, നല്ല പോസിറ്റീവ് വൈബിലാണ് മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ മൈൻഡ് വല്ല കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആണെങ്കിലൊന്നും നമുക്ക് അത്ര എനർജിയിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയാം, ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാനെടുത്ത വീഡിയോൻ്റെ താഴെ വരുന്ന ഒരു 1-2 കമൻ്റ് ഉണ്ട്. ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു എവിടെ പോയി വീഡിയോ. അല്ലെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതാണ്, ന്യൂ ടു ദിസ് ചാനൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീൻ്റെ സംസാരം എന്നൊക്കെ. അപ്പോൾ ഈ കമൻസ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നും, ഏതെങ്കിലും ഒരാളെങ്കിലും എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടന്റ് സംസാരിക്കണ്ടേ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരിക്കലും രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടന്റുകളാണ്. അതിൽ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് കാര്യം വാട്ട് ഈസ് രേണുസുതി അപ്ഡേറ്റ്. സെക്കൻഡ് സെറ്റ് ഓഫ് കാര്യം, ഞാനിന്ന് റാൻഡംലി യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പം 2 വ്യക്തികൾ രേണുസുതിനെ പറ്റി പറഞ്ഞ 2 കാര്യങ്ങൾ 100% അതിലെന്തോ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പം അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കൂടി ആയതുകൊണ്ട് അതും ഒന്ന് എടുത്ത് സംസാരിക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു കുട്ടി ഷോർട്ട് വീഡിയോ ആണ്. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ വീഡിയോൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്ക്രീൻഷോട്ടാണ്. ഈ സ്ക്രീൻഷോട്ട് ഇന്ന് വൈകുന്നേരം ഞാൻ എടുത്തതാണ്. ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ഒരു സാധനം, സബ്സ്ക്രിപ്ഷൻ, രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ 1266 ആയിട്ടുണ്ട്. ആൻഡ് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ആദ്യം 45 ആയിരുന്നു, പിന്നെ അത് എത്രയായി? 180 ആയി. ഇപ്പം അത് മാറി 199 ആയി. ഏകദേശം 2-2.5 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് രേണുസുതി ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. 23 സ്റ്റോറീസും ഒരു പോസ്റ്റും 4 റീൽസുമാണ് കറൻ്റ്ലി സബ്സ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രേണുസുതിക്ക് സബ്സ്ക്രൈബർ ഫാൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കൂട്ടി വരും. ഇപ്പോൾ ഏകദേശം 200 എത്തി. 199 എന്ന് പറഞ്ഞാൽ ഇനി അത് 250, 300, 400, 500 എന്ന് പറയുന്ന ലെവലിലോട്ട് എത്തും. അതായത് സബ്സ്ക്രിപ്ഷനിലെ എമൗണ്ടിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് എനിക്ക് ഓഫ് കോഴ്സ് നിങ്ങളിൽ കാണിക്കണമെന്ന് തോന്നി. അതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. ആൻഡ് രണ്ടാമത്തെ, ഇപ്പോൾ രേണുസുതിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ 2 റീൽസ് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ റീൽസ് ഞാൻ സൈഡിൽ കൂടെ കാണിക്കാം. അപ്പോൾ ഈ റീൽസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും രേണുസുതി ചേച്ചി ഹെയർ കട്ട് ചെയ്തു. ആദ്യം കുറച്ച് ഹെയർ ആയിരുന്നു, പിന്നെ അത് ചുരുണ്ടൊരു മുടിയായിരുന്നു, അത് സ്ട്രെയിറ്റ് ചെയ്തു, പിന്നെ എക്സ്റ്റൻഷൻ വെച്ചു. എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം കോൺട്രവേഴ്സി ഉണ്ടാക്കി, പിന്നെ കളർ ചെയ്തു, പിന്നെ മാറി. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു റീല് ചെറിയൊരു ട്രൗസറും ബനിയനൊക്കെ ഇട്ടിട്ടുള്ളൊരു റീലാണ്. അതിൻ്റെ ഒരു കുട്ടി പോർഷൻ ഞാനിവിടെ സൈഡിൽ കൂടെ കാണിച്ചു തരാം. ഈ റീൽസും അത്യാവശ്യം നല്ല റീച്ച് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കമൻസ് ഈസ് മിക്സർ കമൻ്റാണ്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അഭിപ്രായം ഇല്ലാത്ത ടീമും ഉണ്ട്. അപ്പോൾ ഇതാണ് രേണുസുതിയുടെ അക്കൗണ്ടിൽ കറൻ്റ്ലി വന്നിട്ടുള്ള 1-2 റീൽസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ആളുടെ ഒരു സ്റ്റോറി ഞാൻ കാണാനിടയായി. ആ സ്റ്റോറി ഒന്ന് നോക്കാം. നിനക്ക് തീർന്നില്ലേ എടാ? അതിന്റെ അടി നീ ഇടുന്ന വ്ളോഗിന്റെ അടിയിൽ വരുന്ന കമന്റ് നീ വായിച്ചിട്ടുണ്ടോ? നിനക്ക് നാണം കൊണ്ടോടാ എന്റെ പുറകെ നടക്കാൻ? എന്നെ പോലീസ് പിടിച്ച്, പിന്നെ കുറെ വ്ളോഗേഴ്സിന്റെ തമ്പലിൻ കണ്ട് എന്നെ ദുബായിൽ നിന്ന് കയറ്റി വിട്ടുന്നേടേ. ഞാൻ ഇപ്പോഴും ദുബായിൽ തന്നെയാണ്, മനസ്സിലായോ? ഞാൻ 2-ാം തീയതി നാട്ടിലോട്ട് വരത്തുള്ളൂ. നിനക്കൊക്കെ എന്തുവാ? 2-ാം തീയതി വരെ എനിക്കിവിടെ പ്രമോഷനാണ്, മനസ്സിലായോ? നിനക്ക് നാണമാകുന്നുണ്ടോ? നാണമില്ലേടാ അൽത്തു വ്ളോഗ്? നിനക്ക് ഇങ്ങനെ എന്നെ ഇട്ടി പറയാൻ നിനക്ക് വേറൊരു കണ്ടനം കിട്ടുന്നില്ലേ? നാണം കെട്ടവനെ, നാണമില്ലാത്ത നാണം, വെറും. രേണു ചേച്ചിയുടെ പ്രതിഷേധ ജ്വാല അങ്ങ് കത്തുകയാണ്. ഇത് അൽത്തു വ്ളോഗ്സിന് ഇട്ടിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ചില വ്യക്തികളുടെ തമ്മിലൊക്കെ ഭയങ്കര കോമഡിയാണ്. ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. ചില ആൾക്കാരുടെ തമ്മിലൊക്കെ ഞാൻ കണ്ടു 2 കുപ്പിയും പിടിച്ച് രേണുസുതി നിൽക്കുന്നതും ബാങ്കിൽ പോലീസ് വന്ന് നിൽക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു ജെമിനിയിൽ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. ഹോപ്പ്ഫുള്ളി ചില ടു ആൻ എക്സ്റ്റെൻറ്റ് എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര ചിരിയൊക്കെ വന്നു. എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ ആ ഫോട്ടോ. ഞാൻ എൻ്റെ ഇതിൽ ആഡ് ചെയ്യായിട്ടാണ് ഞാൻ ഇട്ടിരുന്നു. ടൈറ്റിൽ ഹെഡിങ് പോലീസ് പിടിച്ചു എന്ന്, അതാക്കിയെന്നു, ഇതാക്കിയെന്നാണ് എപ്പോഴും പറയാം. ക്ലിക്ക് ബൈറ്റ് ആണോ അങ്ങനെ ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ ഹോപ്പ്ഫുള്ളി ചില ടൈറ്റിൽസിലും ചില തംബ്നെയിൽസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് ചിരിച്ചു പോകും. കാരണം പല വ്യക്തികളുടെ ഇമാജിനേഷൻ ഇങ്ങനെ പോയല്ലോ എന്ന്.
എന്താ 10 ലക്ഷം രൂപ പെഴാന്നോ ഇനി അങ്ങോട്ട് കയറാൻ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ രേണുസുതി പൊതുവെ ദേഷ്യം പിടിച്ച് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പൊതുവെ ചിരിയാണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ അറിയില്ല, രേണുസുതിയുടെ ആക്ടിങ് ആണെങ്കിലും എന്ത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു ചിരി മൈൻഡാണ്. കാരണം ഒരു ചെറിയ കുട്ടികൾ പിണങ്ങി കഴിയുമ്പോൾ ചെയ്യുന്ന ഒരു സാധനം, നീ പോയിട്ട് എന്നോട് മിഞ്ചില്ല, നീ അങ്ങനെയാക്കി ഇങ്ങനെ ആക്കും, ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് റിയാക്ഷനാണ് എപ്പോഴും രേണുസുതിയുടെ സൈഡിൽ നമ്മൾ കാണുക. അപ്പം രേണുസുതി എത്ര സ്ട്രോങ് ആയിട്ട് ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിലും കേട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അവസാനത്തെ ഒരു 3-4 ഡയലോഗൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ചിരിയൊക്കെ വരും. ഇപ്പോഴും രേണു മേ ബി ആൾ ഭയങ്കര ഹേർട്ടായിട്ടായിരിക്കാം ആൾ ചെയ്യുന്നത് സർക്കാസ്റ്റിക്കലി, പക്ഷെ കാണുന്ന ആൾക്കാരുടെ ഫീലാണ്. ആൻഡ് എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ഇത് കംപ്ലീറ്റ്ലി അൽത്തു വ്ളോഗ്സിന് ഇട്ടിട്ടുള്ള ഒരു സാധനമാണ്. അൽത്തു വ്ളോഗ്സ് എന്തായാലും ഇത് കയറി പിടിച്ച ആളുടെ റിയാക്ഷൻ വരും, അപ്പോൾ രേണുവിൻ്റെ റിയാക്ഷൻ വരും. അപ്പോൾ രേണുവിനെ സംബന്ധിച്ച് ഓഫ്കോഴ്സ് സോഷ്യൽ മീഡിയ ഇസ് എ പ്ലേസ് ടു ക്രിയേറ്റ് കണ്ടന്റ്. അപ്പം രേണു ഇങ്ങനെ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇന്ന് അൽത്തു വ്ളോഗ്സ് ആണ്, നാളെ അടുത്ത ആളടുത്ത് റിയാക്ട് ചെയ്യും, മറ്റന്നാൾ അടുത്ത ആളടുത്ത് റിയാക്ട് ചെയ്യും. പക്ഷെ ഇതിലൊക്കെ എനിക്ക് തോന്നുന്ന എന്നെ സർപ്രൈസ് ചെയ്തൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, രേണുസുതി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ ഒന്നും വീഡിയോ കാണാൻ ടൈമില്ല, ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും ഇരുന്ന് കാണലില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ കണ്ട് വ്യൂവർഷിപ്പ് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന രേണുസുതി ഇപ്പോൾ റീസെൻ്റ്ലി രേണുസുതിക്ക് അഗെയിൻസ്റ്റ് വരുന്ന എല്ലാ വീഡിയോസും തംബ്നെയിൽസും കാര്യങ്ങളും ക്ലിക്ക് ബൈറ്റും ഒക്കെ ഇരുന്ന് വായിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം പല വ്യക്തികളുടെയും തംബ്നെയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണുസുതി ഇവിടെ എടുത്തു പറയുന്നത്. അപ്പം എന്തായാലും ഇതാണ് രേണുസുതിയുടെ ഒരു സ്റ്റോറി. പിന്നെ പ്രത്യേകിച്ചൊന്നും രേണുസുതിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഹോപ്പ്ഫുള്ളി 2-ാം തീയതി വരെ തിരക്കുള്ള ഇനാഗ്രേഷനാണ്, 12 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അതാ വലിയ ട്രോളി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ചെമ്പരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഏകദേശം ഒരു തീരുമാനമായിട്ടുള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് 2 ആൾക്കാരുടെ 2 ഒപ്പീനിയൻ റിലേറ്റഡ് ടു രേണുസുതി എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ആ 2 ഒപ്പീനിയൻ നോക്കി അതും കൂടെ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. സോ ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ലക്ഷ്മി നക്ഷത്രയുടെ അഭിപ്രായമാണ്. ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ രേണുവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രേണുവിന് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടി, രേണുവിന് ഇഷ്ടമുള്ള രീതിയിൽ രേണു അത് യൂട്ടിലൈസ് ചെയ്തു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, രേണുവിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് രേണുവിൻ്റെ സർക്കിളിലുള്ള ഒരു എന്താ പറയുക പെർഫോമൻസും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ക്യാമറയൊക്കെ കണ്ടപ്പോൾ അത് മാത്രമല്ല, രേണു പറയുന്നുണ്ടായിരുന്നല്ലോ രേണുവിനൊരു ട്രോമ വന്നു. ഇപ്പൊ ഞാൻ ഫുൾ കാര്യമല്ല പറഞ്ഞത്, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞൊരു സാധനമുണ്ട്. രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ, അത് കൊല്ലങ്ങളോളം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പം. അപ്പോൾ വരുന്ന ഒരു സാധനം. ഇനി ഇങ്ങനെയാണ് ലക്ഷ്മി നക്ഷത്രം ഉദ്ദേശിച്ചത്, അല്ലെ ഇതിന് ഓപ്പോസിറ്റ് ആണെങ്കിലും ഞാൻ പറയാൻ വന്നത് ഈ ഒരു സാധനം. കാരണം നമ്മുടെ മൈബോ സിനിമയിലൊരു ഒരു ഡയലോഗുണ്ട്, എനിക്കിവിടെ പറയാൻ മടി ആയതുകൊണ്ടും കുറേ ആൾക്കാർ കാണുന്ന വീഡിയോ ആയതുകൊണ്ടും പറയുന്നില്ല. ഡാഷവൻ ഡാഷുമ്പോൾ ഡാഷും കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അതാണ് സിമ്പിളായി പറഞ്ഞ അവിടെ നടക്കുന്നത്. കാരണം രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി പഠിച്ചിറങ്ങി സുധിയുടെ വൈഫായി ജീവിക്കുകയാണ്. സുധീൻ്റെ വൈഫായി ജീവിച്ച സമയത്ത് ഓട്ടോമാറ്റിക്കലി അറിയാം നല്ല രീതിയിലുള്ള കടബാധ്യത, കടം ചോദിക്കൽ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഓഡിയോസ് കാര്യങ്ങളൊക്കെ ലീക്കായിരുന്നു. അപ്പം സാമ്പത്തികമായി ഡൗൺ ആയിട്ട് എന്നാൽ പുറമെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ പുറമെ ഒരു സോഷ്യൽ മീഡിയ സ്പേസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ജീവിക്കുകയായിരുന്നു രേണു. പക്ഷെ അന്നേ രേണുസുതിയുടെ ഓൾഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആൾക്ക് അഭിനയിക്കാനും സോഷ്യൽ മീഡിയയിൽ വരാനും മേക്കപ്പ് ചെയ്യാനും ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള കളികളല്ല. കാരണം പണ്ടത്തെ ഏത് റീൽസ് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഡാൻസും അഭിനയവും പിന്നെ കണ്ണെഴുതിയിട്ടും ഇതാക്കിയിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിനോടൊക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ലൈഫിൽ ഒന്നുമല്ലാണ്ട് നിൽക്കുമ്പം പെട്ടെന്നൊരു ദിവസം അയാളിങ്ങനെ ഒറ്റ കുത്തനെ കയറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് കംപ്ലീറ്റ് മാറിപ്പോകും. അയാൾ അറിയാണ്ട് അയാൾക്ക് അഹങ്കാരം വരും, അയാൾ അറിയാണ്ട് അയാൾക്ക് ജാട വരും, അയാൾ അറിയാണ്ട് അയാൾക്ക് പ്രശസ്തി കിട്ടും. അതിലുപരി ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു സാധനത്തിൽ അയാൾ മറന്നങ്ങ് ജീവിക്കും. ഈ മറന്നുള്ള ഈ ജീവിതത്തിൽ അയാൾ പുറം റിയാലിറ്റികളെ, ചുറ്റുമുള്ള പ്രശ്നങ്ങളെ, ചുറ്റുമുള്ള അവസ്ഥകളെ ഒക്കെ കംപ്ലീറ്റ് മറന്നുപോകും. അതാ പറയുന്നത്, റിയാലിറ്റിയുമായി മാറി വേറെ ഏതോ ഒരു സ്വർഗജീവിതത്തിൽ കിട്ടിയിട്ടുള്ള എന്തൊക്കെയോ സാധനത്തിൽ മറന്ന് ജീവിക്കുക ചെയ്യുന്നത്. ഒരു സ്റ്റേജ് എത്തുമ്പം
ഈ ചുറ്റുമുള്ള റിയാലിറ്റിയിലോട്ട് നോക്കും. അന്ന് എന്ന് വെച്ചാൽ ഈ ഒരു മതിമറന്ന് നിൽക്കുന്ന ഈ ലോകം അവസാനിക്കുമ്പോൾ റിയാലിറ്റിയിലോട്ട് നോക്കുമ്പം ആൾ പോലും പ്രതീക്ഷിക്കാണ്ട് പല കാര്യങ്ങളും ആളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, വിട്ടുപോയിട്ടുണ്ടാവും. അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തതാണ് ലക്ഷ്മി ഇത് പറഞ്ഞ സമയത്ത്. ഇനി അടുത്തത് ദേവ് ഡീകോഡ് എന്ന് പറയുന്ന ഒരാൾ, ദേവ് ഡീകോഡ് റൈറ്റ്, പുള്ളിക്കാരനാണ് രേണുസുതിക്ക് അഗെയിൻസ്റ്റ് ഒരു കേസ് കൊടുത്തത്. ആൾ ഇന്നലെയോ ഇന്ന് എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ആൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജസ്റ്റ് ഒരു 1 മിനിറ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പിന്നെ എന്തുകൊണ്ട് രേണുസുതിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ രേണുസുതിക്ക് എതിരെ മാത്രം സംസാരിക്കുന്നു? രേണുസുതിക്കെതിരെ മാത്രമല്ല, ഒരുപാട് പേർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് രേണുസുതിയെ കണ്ടിന്യൂസ് സംസാരിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, മറ്റുള്ള ആൾക്കാരുടെ വീഡിയോകൾ നമ്മൾ ഒരുപാടൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിമിഷ ബിജോയുടെ ചാനലിലാണ് അവരുടെ കോപ്രായങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഒരു നിഷാന വ്ളോഗ്സ് അവരുടെ ചാനലിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എനിക്കത് കാണേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? എൻ്റെ ടൈം ലൈനിൽ അത് വരാറുമില്ല. ഇനി അഥവാ വന്നാൽ പോലും ഞാനത് ബ്ലോക്ക് ചെയ്ത് വിടും, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തും വിടും. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് അതല്ല വിഷയം. രേണുവിൻ്റെ വീഡിയോ രേണുവിൻ്റെ ചാനലിലല്ല വരുന്നത്. രേണുവിൻ്റെ ചാനലിൽ വരുന്നതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ മീഡിയകളിലും ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ എത്ര ചാനൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും, എത്ര ചാനൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് വിടും? ഈ ഒരു സാധനം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ദേവ് ഡീകോഡിൻ്റെ ഈ സെൻറ്റൻസ് ഞാൻ കടമെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. അതിൽ ആൾ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് രേണുസുതിയുടെ കണ്ടന്റ് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറ്റ്സ് ഓൺലി ബിക്കോസ് രേണുസുതി കണ്ടന്റ് ഡെയിലി സോഷ്യൽ മീഡിയയിൽ ഇടുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാർ രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ ഡെയിലി സോഷ്യൽ മീഡിയയിൽ ഇടുന്നതുകൊണ്ടാണ്. നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലി കണ്ടന്റ് വേണമല്ലോ. ഞങ്ങൾ പോലും രേണു ചെയ്യാത്തൊരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റോ കാര്യങ്ങളോ കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റൂ. ആ കണ്ടന്റ് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾ റിയാക്ട് ചെയ്യുന്ന വ്യക്തി ഞങ്ങൾക്ക് ആ കണ്ടന്റ് ഇട്ട് തരണമല്ലോ. അപ്പം എന്തുകൊണ്ട് രേണുസുതിയുടെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, രേണുസുതി ഡെയിലി കണ്ടന്റ് ഇട്ട് തരുന്നത് കൊണ്ട് തന്നെയാണ്. രേണുസുതി ഇട്ട് തരാണ്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രേണുസുതിക്ക് ഇത്രമാത്രം റിയാക്ഷൻ വീഡിയോക്കാർക്ക് എഗെയിൻസ്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, രേണുസുതി സപ്പോർട്ടേഴ്സിന് തോന്നുന്നുണ്ടെങ്കിൽ രേണുവിനോട് കണ്ടന്റ് എടുത്താൻ പറ. ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടില്ല, ഞങ്ങൾ അവിടെ നിർത്തുകയും ചെയ്യും. രേണു ഇങ്ങനെ കണ്ടന്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ സംസാരിക്കരുത് എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞ അടുത്തൊരു കാര്യം, ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരാൾ രേണുസുതി മാത്രമല്ല, ഇത്ര ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ റീച്ച് ഉള്ള ഒരാൾ രേണുസുതി മാത്രമല്ല, നമ്മുടെ ലാലേട്ടനും മമ്മൂട്ടിയും ഷാറൂഖ് ഖാനും പൃഥ്വിരാജും, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞ വിജയ് ദേവർകൊണ്ടയും രശ്മികയും ഒക്കെ ഇവരാരെങ്കിലും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആർക്കെങ്കിലും ഒരു ശല്യക്കേടുണ്ടോ? ഇവരുടെയൊക്കെ ഏതെങ്കിലും ഒരു കണ്ടന്റ് വരുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ പേജിൽ, അല്ല 1-2 പേജിൽ, അല്ലെങ്കിൽ ഒരു മാസം, അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ഇത് 2-3 കൊല്ലമായി ഇൻസ്റ്റഗ്രാമിൽ ഒരു 10 മീഡിയക്കാരുണ്ടെങ്കിൽ 10 മീഡിയൻ്റെ പേജിലും ഈ കോണ്ടന്റുകൾ ഇങ്ങനെ വരിക. എത്രയാന്ന് കരുതിയ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുക, എത്രയാന്ന് കരുതിയ ബ്ലോക്ക് ആക്കുക. അപ്പം ഇങ്ങനെ കണ്ട് എത്ര കണ്ടന്റുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെന്നറിയോ, എത്ര ടോപ്പിക്കുകൾ ഞാൻ വിട്ടിട്ടുണ്ടെന്നറിയോ. എന്നിട്ടും ഇത് അവസാനിക്കുന്നില്ല. തീരുമാനിച്ച ഞാൻ ഇനി ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ഞാൻ മോശമായി പറയാത്തിടത്തോളം കാലം എനിക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും ഇടാം. അപ്പം അതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കണം. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്താലും ഡിസ്ലൈക്ക് കൊടുത്താലും ബ്ലോക്ക് കൊടുത്താലും ഒന്നെങ്കിൽ യൂട്യൂബിൽ ഒരു 10 ഇതിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ റീൽസിൽ വരും, അല്ലെ ഓൺലൈൻ മീഡിയക്കാരെ പേജിൽ വരും, അല്ലെ സ്റ്റോറി വരും, അല്ലെ രേണു ഇടും, അല്ലെ ഒരു ഇനാഗ്രേഷൻ വരും. ഒരു ഇനാഗ്രേഷന് രേണു പോട്ടെ, ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റില്ല, രേണുസുതി മാത്രമേ ഉണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം ഇങ്ങനെ കാണിച്ച് മനുഷ്യനിങ്ങനെ പ്രാന്താക്കുന്ന സമയത്താണ് പലരും എടുത്ത് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പകുതി മുക്കാലും രേണുവിനെ തെറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെ ഇപ്പോൾ മാറ്റി പിടിക്കുന്നത്? ഒരു ദിവസം 1, 3, 4, 5 വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മാറ്റാം. അവർക്കത് പറ്റുകയും ചെയ്യും, അവർക്ക് അതിനുള്ള ടൈമും ഉണ്ട്. പക്ഷേ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 7:45 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ വർക്കും കാര്യങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് കുളിക്കാനും ഫ്രഷ് ആവാനും ഡിന്നർ കഴിക്കാനൊക്കെ. അപ്പോൾ എനിക്ക് 3-4-5 വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഞാൻ മീഡിയ കയറി ഫസ്റ്റ് ചേർന്ന എൻ്റെ മുമ്പിൽ വരുന്ന രേണുവിൻ്റെ കണ്ടന്റ് മാത്രം. വാട്ട് ഇസ് ദിസ്? ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതങ്ങ് നിർത്തിക്കൂടെ, എന്നാ പരിപാടി തീരില്ലേ? നിങ്ങളോട് ആരാ പറയുന്നത് നമ്മൾ നിർത്തിയ രേണു നിർത്തുന്നു?
രേണു അന്നും ഇന്നും മറ്റന്നാൾ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കില്ല, ചൊറിഞ്ഞുകൊണ്ട് നിൽക്കില്ല, കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് രേണു നീഡ് ക്യാമറ സ്പേസ്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത്രത്തോളം സൈബർ അറ്റാക്ക് രേണു നേരിട്ടു, ഇത്രത്തോളം റിയാക്ഷൻ വീഡിയോ രേണുവിന് അഗെയിൻസ്റ്റ് വന്നു, എവിടെയെങ്കിലും ലീഗലി കേസ് പോയോ? ഇല്ല. ഷീ വോണ്ട് ഡു. ആൾ ചെയ്യില്ല. ഇറ്റ്സ് ബിക്കോസ് ഷീ നോ ദാറ്റ് ഇവരുണ്ടെങ്കിൽ എനിക്കൊരു സ്പേസ് കിട്ടും, അതുവഴി എനിക്ക് റീച്ച് കിട്ടും എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. അത് മനസ്സിലാക്കാണ്ട് അവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് മണ്ടന്മാർ. ഒന്ന് ഇരുത്തി ആലോചിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽ ദെൻ ഇറ്റ്സ് ബൈ.